രാജ്യത്തെ ഭരണത്തെ എതിർത്തുകൊണ്ട് ജനാധിപത്യ വിരുദ്ധമായി വന്ദേമാതരം പാടില്ല എന്നുള്ള ഈ CPM-ന്റെ ഭരണകൂടം, CPM-ന്റെ ചരിത്രം നമുക്കറിയാം. എക്കാലത്തും ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ച കാര്യമാണ്. ആഗസ്റ്റ് 15 ആപത്ത് 15 പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ ദിനത്തെ പോലും അംഗീകരിക്കാത്തവരാണ് CPM. പക്ഷേ കോൺഗ്രസ് എന്നു മുതലാണ് വന്ദേമാതരത്തെ അംഗീകരിക്കാത്തത് എന്നുള്ളതാണ്. ഇവിടുത്തെ മതതീവ്രവാദികളുടെ മതതീവ്രവാദ സംഘടനകളെ പിടിച്ചുകൊണ്ട് വന്ദേമാതരം പാടില്ല എന്നുള്ള ഈ രാജ്യവിരുദ്ധ പരാമർശങ്ങൾക്കെതിരെ ജനാധിപത്യപരമായി രാജ്യസ്നേഹികൾ ഈ നാട്ടിലുണ്ട് എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് BJP കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഇവിടെ വന്ദേമാതരം പൂർണ്ണമായി പാടിക്കൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്, രാഷ്ട്രവിരുദ്ധമാണ്. ഇതിനെതിരെ പൊതുജനം അതിശക്തമായി പ്രതികരിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഈ ദേശീയഗാനം ആലപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ദേമാതരം പാടുക എന്ന് പറയുമ്പോൾ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വന്ദേമാതരം പാടുമെന്ന് ഞങ്ങൾ ഇവിടെ മേയർ അറിയിച്ചതാണ്, ഡെപ്യൂട്ടി മേയർ അറിയിച്ചതാണ്, പാടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. അത് മനഃപൂർവ്വം വന്ദേമാതരം പാടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ വന്ദേമാതരം എന്ന് പറഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ജനഗണമന പാടി. ഞങ്ങൾ എന്താ ചെയ്തത്? വന്ദേമാതരം പാടിയതിനു ശേഷം ദേശീയഗാനം പാടിയിട്ടാണ് ഞങ്ങൾ അവസാനിപ്പിച്ചത്. നമ്മുടെ രാജ്യത്ത് ഈ രാജ്യത്ത് വന്ദേമാതരം പാടണമെന്നുള്ളതാണ് പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ളതാണ്. ഇന്നലെ മദ്രാസ് ഹൈക്കോടതി വരെ ആ കാര്യത്തിൽ തീരുമാനമെടുത്തതാണ്. അപ്പോൾ രാജ്യത്തെ എല്ലാ നിയമവ്യവസ്ഥകളും ലംഘിച്ചുകൊണ്ട് ചില തീവ്രവാദ സംഘടനകളെ ഭയപ്പെടുന്ന രീതിയിൽ ഈ രാജ്യത്തിൻ്റെ അഭിമാനമായ വന്ദേമാതരത്തെ തിരസ്കരിക്കുന്ന ഈ നടപടി അത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. രാജ്യസ്നേഹികൾ അതിനെ ചോദ്യം ചെയ്യുന്നുള്ള കൃത്യമായിട്ടുള്ള ഓർമ്മപ്പെടുത്തലാണ് എന്നോടാണ്. അല്ല, ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ് വന്ദേമാതരം ആദ്യം തുടങ്ങി. ദേശീയഗാനം എപ്പോഴാണ്? ദേശീയഗാനം എപ്പോഴാണ്? സമാപനത്തിലാണ് ദേശീയഗാനം ചൊല്ലുക. അതോടുകൂടി സമാപിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ അത് വന്ദേമാതരം പാടാതിരിക്കാൻ ദേശീയഗാനം ഉടനടി പാടാൻ ശ്രമിച്ചതാണ് വിഷയം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ മേയറോടും ഡെപ്യൂട്ടി മേയറോടും ആവശ്യപ്പെട്ടുള്ളതാണ് വന്ദേമാതരം പൂർണ്ണമായും പാടണമെന്ന്. അത് ഇല്ലാതാക്കാൻ വേണ്ടി പെട്ടെന്ന് ദേശീയഗാനം പാടാൻ തുടങ്ങി. ഞങ്ങളെത്തേണ്ടത് വന്ദേമാതരം പാടിയതിനു ശേഷം ദേശീയഗാനം പാടിയിട്ടാണ് സ്വഭാവം നടത്തുന്നത്. അതാണല്ലോ ശരി. നമ്മുടെ നാട്ടിൽ അതാണല്ലോ ശരി. ദേശീയഗാനത്തോടു കൂടി സമാപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗവൺമെൻറ് സാധാരണ അതാണ് നടന്നിട്ട്. അപ്പോൾ ദേശീയഗാനത്തെ പോലും അപമാനിക്കപ്പോൾ ചെയ്തത് വന്ദേമാതരം പാടി തുടങ്ങിയപ്പോൾ ദേശീയഗാനത്തെ പോലും അപമാനിക്കുന്ന സ്ഥിതിയാണ് മേയറുടെ ഭാഗത്തും ഡെപ്യൂട്ടി മേയറുടെ ഭാഗത്തും നടന്നത്.